എല്ലാവർക്കും നമസ്കാരം. ഇതാണ് നമ്മുടെ കേസ്മാർട്ടിന്റെ ലാൻഡിംഗ് പേജ്. സർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 തരത്തിലുള്ള ലോഗിൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സിറ്റിസൺ ലോഗിൻ ഉണ്ട്, എംപ്ലോയി ലോഗിൻ, ഓർഗനൈസേഷൻ ലോഗിൻ. ഇതിൽ സിറ്റിസൺ സർവീസ് നമുക്ക് തന്നെയാണെങ്കിലും സിറ്റിസൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് സിറ്റിസൺ ലോഗിൻ വഴി വരുന്നത്. ഓർഗനൈസേഷൻ ലോഗിൻ എന്ന് പറയുന്നത് എന്താണ്, ലൈസൻസികൾക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ചെയ്യേണ്ട ലോഗിൻ ആണ്. പിന്നെ നമ്മൾ എംപ്ലോയീസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് എംപ്ലോയി ലോഗിൻ. ഇതിൽ സിറ്റിസൺ ലോഗിനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ലോഗിനും നമ്മുടെ ഫോൺ നമ്പർ വെച്ചാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എംപ്ലോയി ലോഗിൻ എന്ന് പറയുന്നത് നമ്മുടെ പെൻ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എംപ്ലോയി ലോഗിൻ ഒരു പെൻ നമ്പർ വെച്ച് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ OTP വരുമ്പോഴാണ് നമ്മൾ അതിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എല്ലാ ലോഗിനും ഓരോ പ്രാവശ്യം എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ OTP വെച്ച് തന്നെയാണ് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട്, നമ്മൾ ആധാർ വെച്ച് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടാവും, അതിലോട്ട് വരുന്നത് തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു ഓപ്പറേറ്റർ സൈഡിലാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. ഓപ്പറേറ്റർ സൈഡിൽ എന്ന് പറഞ്ഞാൽ ലൈസൻസിയും അതേപോലെ തന്നെ നമ്മുടെ സിറ്റിസണും രണ്ടുപേരും ഈ ഫയൽ കണ്ട് ആദ്യം ലൈസൻസിയാണ് ഒരു പെർമിറ്റ് ആപ്ലിക്കേഷന്റെ തയ്യാറാക്കുന്നത്. അതിൽ ഡ്രോയിങ്സും എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞ് സിറ്റിസൺ ലോഗിനിലോട്ടാണ് പോകുന്നത്. സിറ്റിസണും ഈ എല്ലാ ഡീറ്റെയിൽസും കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്, നമ്മുടെ LBയിലോട്ട്, ലോക്കൽ ബോഡിയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ LBയിൽ രണ്ടുപേരും ലൈസൻസിയും അതേപോലെ സിറ്റിസണും കണ്ട ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ രണ്ട് പേരും സിറ്റിസണും അതുപോലെ തന്നെ ലൈസൻസിയും അവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് വരുന്ന ആപ്ലിക്കേഷനിലെ എല്ലാ കാര്യങ്ങളും കണ്ട് ബോധ്യപ്പെട്ടാണ് നമ്മുടെ LBയിലോട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറൽ പെർമിറ്റിന്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതായിരിക്കും നിങ്ങളുടെ ഓപ്പറേറ്ററുടെ സൈഡിൽ വരുമ്പോഴുള്ള ഒരു സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡ് തന്നെ കാണാനായിട്ട് വരും കേസ്മാർട്ട് എന്നുള്ള ആ ഒരു ലോഗിന്റെ തൊട്ട് നേരെ ആരുടെ പേരാണ്, ആരുടെ ലോഗിൻ ആണ് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ താഴെ ന്യൂ ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ ഓപ്പറേറ്റർ എന്ന് കാണുന്നില്ലേ, അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ പറഞ്ഞിരുന്നു 4 യൂസേഴ്സ് ടൈപ്പാണ് നമുക്ക് LB സൈഡിൽ വരുമ്പോൾ ഉള്ളത്. ഓപ്പറേറ്റർ, അതുപോലെ എൻക്വയറി ഓഫീസർ, വെരിഫയർ, അപ്രൂവർ. നമ്മുടെ ഒരു ബിൽഡിംഗ് പെർമിറ്റിന്റെ സാധാരണ ഇതിൽ വരുന്ന ബിൽഡിംഗ് പെർമിറ്റിന്റെ എല്ലാം ഏകദേശം എല്ലാം വളരെ വ്യത്യസ്തമായി 2-3 സർവീസസ് മാത്രം നമുക്ക് OVA എൻക്വയറി ഓഫീസർ ഇല്ലാത്തതുണ്ട്. അങ്ങനെ 1-2 സർവീസുകളുണ്ട്. അല്ലാതെ ജനറൽ ആയിട്ട് വരുന്ന എല്ലാ സർവീസസും നമുക്ക് 4 റോളിലാണ് വരുന്നത്. അതിനകത്തുള്ള ഓപ്പറേറ്റർ എന്നുള്ള ഫസ്റ്റ് റോളിലാണ് നമ്മുടെ ഇപ്പോൾ സ്ക്രീൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് തൊട്ട് താഴെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും 1 2 3 4 5 6. ഇതെല്ലാം നമ്മൾ ഓരോ അക്കോർഡിയൻസ് ആണ്. ഇതിന്റെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അതിൽ ആദ്യമേ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് ഒരു ആപ്ലിക്കേഷൻ എന്ത് സംബന്ധിച്ചുള്ളതാണ്, ഏത് ഒക്യുപ്പൻസി ആണ്, അതുപോലെ നെയിം ഓഫ് ആപ്ലിക്കന്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, സ്ക്രീൻ എല്ലാവരും കാണുന്നുണ്ടാവും. ഒക്യുപ്പൻസി ഏതാണ്, അതുപോലെ നെയിം ഓഫ് ആപ്ലിക്കന്റ്, അതേപോലെ തന്നെ ഫയൽ നമ്പറും ഫയൽ ഡേറ്റും, അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ കൂടെ ഇവിടെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള ജനറൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആദ്യത്തെ ഒരു അക്കോർഡിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രൊസീഡ് കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുക്കുമ്പോൾ ലൈസൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ലൈസൻസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ LDMSൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലൈസൻസുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് ശരിക്കും നമ്മളതിൽ ഒന്നും വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്കിൽ പോലും നമുക്കത് കാണാനായിട്ട് സാധിക്കും ഏത് ലൈസൻസിയാണ് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ അവർക്ക് എത്ര വാലിഡിറ്റി ഉണ്ട്, അവരുടെ ഇമെയിൽ ഐഡിയും അങ്ങനെ മൊബൈൽ നമ്പറൊക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ലൈസൻസ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ അവരുടെ ലൈസൻസിന്റെ വാലിഡിറ്റി എത്രയുണ്ട് എന്നതെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇതിവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉറപ്പിക്കാം കേസ്മാർട്ടിൽ നമ്മുടെ LDMSൽ ലൈസൻസുകളുടെ വാലിഡ് ആയിട്ടുള്ള ലൈസൻസുകൾക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിലും നമ്മുടെ ഒരു അറിവിന് വേണ്ടി ഇത് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് ആണ്, ഏത് ലോക്കൽ ബോഡിയിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അതിന്റെ ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, ലോക്കൽ ബോഡി ടൈപ്പ്, ആ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതിലെ ഓരോ സ്ക്രീൻസും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈസൻസിയുടെ സ്ക്രീനിൽ അവർ എൻ്റർ ചെയ്യുന്ന ആ ഡീറ്റെയിൽസ് വെച്ചാണ്. കാരണം അവർക്ക് ഇപ്പൊ നമ്മളിവിടെ കാണുന്നുണ്ട് പെർമിറ്റ് ഇഷ്യൂ ലോക്കൽ ബോഡി എന്ന് പറയുന്നത് സിംഗിൾ ആണ് കിടക്കുന്നത് അല്ലേ. പക്ഷേ നമുക്ക് ചില കേസസിലെങ്കിൽ നമുക്ക് എങ്ങനെ വരും, 2 ലോക്കൽ ബോഡി അവർക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന കേസസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ 2 ലോക്കൽ ബോഡിയും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കുന്നു. നെക്സ്റ്റ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ പ്ലോട്ട് ക്യാപ്ചർ, നമുക്ക് സാർ ഇവിടെ പറഞ്ഞിരുന്നു നമ്മൾ GIS ബേസ്ഡ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻസ്, നമ്മൾ EDCRൽ ചെയ്തിരിക്കുന്നതൊക്കെ GIS ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എല്ലാ സ്പേഷ്യൽ റൂൾസും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേഷ്യൽ റൂൾസ് മീൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും CRZ, അതേപോലെ റെയിൽവേ NOC വരുന്നുണ്ട്, പിന്നെ എയർപോർട്ടിന്റെ NOC വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ അത് ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലോട്ട് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ബിൽഡിംഗ് ഹൈറ്റും അതെല്ലാം ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് സോണിലാണ് ഇത് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നിലവിൽ ഇത് മാൻഡേറ്ററി അല്ല, മാൻഡേറ്ററി ആണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ തന്നെ കാണുന്നതിന് സാധിക്കും. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സ്ക്രീനിലാണ് നമ്മൾ നിലവിൽ നിൽക്കുന്നത്.
പ്ലോട്ട് ഇതിന് തൊട്ട് മുമ്പുള്ള സ്ക്രീൻ ഒന്ന് കാണിക്കുമല്ലോ. യെസ്, ഓക്കെ തന്നെ. ഡോക്യുമെന്റ് വെരിഫിക്കേഷനകത്ത് ഇപ്പോൾ നമ്മളിവിടെ ഒരു പ്ലോട്ടും അതിന് എഗൻസ്റ്റ് ആയിട്ട് ഓണറും, നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 പ്ലോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 2 പ്ലോട്ടിന്റെയും ഡീറ്റെയിൽസ് പ്ലോട്ട് 1 പ്ലോട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആപ്ലിക്കേഷനിലെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ഇത് കിട്ടാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കിയാൽ 2 പ്ലോട്ടിന്റെയാണ് അവർ സബ്മിറ്റ് ചെയ്തിരുന്നതെങ്കിൽ പ്ലോട്ട് 1 പ്ലോട്ട് 2 എന്ന് തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ തൊട്ട് മേലെ തന്നെ നിങ്ങൾക്ക് ടാസ്ക് ബാറിൽ കാണാം ഡീഡ് നമ്പർ ഉണ്ട്, ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് നമ്പർ, ഏരിയ, നമ്പർ ഓഫ് ഓണേഴ്സ്. ഇതിൽ ഓരോ നമ്പറേ ഉള്ളൂ, ഒരു ഓണറേ ഉള്ളൂ. ഡോക്യുമെന്റ്സ് 3 അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഡോക്യുമെന്റ്സ് സംബന്ധിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എന്നുള്ളതാണ് ഡീഡ്, ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്. ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന മിനിമം ആയിട്ട് വരുന്ന എല്ലാത്തിലും വരുന്ന ഒരു ഡോക്യുമെന്റ്സ് തന്നെയാണ്. ഇതല്ലാതെയും ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കേസസിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കും. ഇത് 3 നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ പ്ലോട്ട് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതേപോലെ തന്നെ അറ്റാച്ച്മെന്റ് റൈറ്റ് സൈഡും. നമ്മളിപ്പോൾ ഡീഡ് ആദ്യത്തെ അറ്റാച്ച്മെന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ അറ്റാച്ച്മെന്റ് നോക്കുമ്പോൾ നമുക്ക് ആ ഡീഡ് അവിടെ കാണിക്കുന്നു. ഡീഡ് അവിടെ കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇതിനകത്ത് വെരിഫൈ ചെയ്യേണ്ടത്? ഡീഡിന്റെ ലെഫ്റ്റ് സൈഡ് കുറച്ച് മേലോട്ടാക്കും. ഡീഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഡീഡ് സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് അവർ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ലൈസൻസി എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. രജിസ്ട്രേഷൻ ഡേറ്റ്, ഡീഡ് നമ്പർ, അതേപോലെ രജിസ്ട്രേഷൻ ഓഫീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ നിയമപാടൊക്കെ ഈ ഡീഡുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം തൊട്ട് താഴെ ടോട്ടൽ ഏരിയ എല്ലാം നമുക്ക് നോക്കാം. ഡീഡിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. വെരിഫൈഡ് ഫൗണ്ട് ഓക്കെ ആണെങ്കിൽ, അതേപോലെ തന്നെ വെരിഫൈഡ് നോട്ട് ഓക്കെ ആണെങ്കിൽ സേവ് നെക്സ്റ്റ് കൊടുക്കണ്ട. തൊട്ട് ആ സ്ക്രീനിന്റെ ഡീഡിന്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ് ഓപ്പൺ ചെയ്യും. നമ്മൾ ഓപ്പൺ ഇൻ എ ടാബ്, അവർക്ക് 2 ടാബിലും കാണാനായിട്ട് പറ്റുന്നത്. യെസ്, ഇത് ഓപ്പൺ ഇൻ സെയിം വിൻഡോ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇൻ വേറെ വിൻഡോ ആണ്. ഇതിങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പോൾ ഡീഡ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ പേജസ് ഉണ്ടാവും. ഡീഡ് ഡോക്യുമെന്റ് കൃത്യമായിട്ട് കുറേ പേജസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വേറൊരു വിൻഡോയിലാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും. ആ വിൻഡോ ക്ലോസ് ചെയ്താൽ നമ്മൾ നേരത്തെയുള്ള സ്ക്രീനിലോട്ട് വരും. യെസ്, അപ്പോൾ ടൈപ്പ് ഓഫ് ലാൻഡും സർവേ നമ്പർ, ബ്ലോക്ക്, ഈ റീസർവേ നമ്പറും ബ്ലോക്ക് നമ്പറും ഏരിയ അതെല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൗണ്ട് ഓക്കെ ആണോ നോക്കുക. നോട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ, ഫൗണ്ട് വെരിഫൈഡ് ഫൗണ്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സേവ് നെക്സ്റ്റ് അടിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഡോക്യുമെന്റിലോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ വെരിഫൈഡ് നോട്ട് ഓക്കെ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, ഇപ്പൊ നെക്സ്റ്റ് കൊടുത്തോ, യെസ്, നോട്ട് ഓക്കെ ആണ് കൊടുക്കുന്നതെങ്കിൽ ബാക്കിലോട്ട് വരാം. നോട്ട് ഓക്കെ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് അവിടെ റീസൺ, എന്താണ് ഓക്കെ അല്ലാത്തത് എന്ന റീസൺ നമുക്ക് എഴുതേണ്ടി വരും. വയലേഷൻ ഒന്നും അവിടെ എഴുതരുത്, അത് ഇവർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചിലപ്പോൾ എന്തൊക്കെ സംഭവിക്കാം, നമുക്ക് എലിജിബിൾ അല്ലാത്തൊരു ഡോക്യുമെന്റ് ചിലപ്പോൾ അവർ അപ്ലോഡ് ചെയ്ത് വരാം, അല്ലെ, അത് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത ഡോക്യുമെന്റ് ഉണ്ടാവും. അങ്ങനെയുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവർ ഇവിടെ എഴുതിയിരിക്കുന്ന റിസർവേ നമ്പറും അതിനകത്ത് എഴുതിയിരിക്കുന്ന സർവേ നമ്പറും വ്യത്യാസമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതല്ല വേറെ എന്തെങ്കിലും ഒരു കൺസെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീഡിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഡോക്യുമെന്റ് അവരവിടെ വെച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റീസൺ എഴുതാം. അത് സ്വാഭാവികമായിട്ടും അത് പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ എല്ലാവരും അവിടെ ലോക്കൽ ബോഡിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ അത് എങ്ങനെ കേസ് മാർട്ടിലോട്ട് കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ സേവ് നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഡോക്യുമെന്റ് ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് വരും. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ലാൻഡ് ടാക്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് നേരത്തെ ടിക്ക് ചെയ്ത് പോയിരുന്നു. അതിനകത്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റിലെ നമ്പറും ഡേറ്റും ഇവിടെ ലെഫ്റ്റ് സൈഡ് അവർ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റ് തന്നെയാണോ അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നത് നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വേറൊരു നമ്പറും വേറൊരാളുടെ പേരിലുള്ള ഒരു ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് ആണ് അവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ആസ് എ ഓപ്പറേറ്റർ അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് റെസിപ്റ്റും. സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈഡ് ഫൗണ്ട് ഓക്കെ കൊടുക്കുക, സേവ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം നമ്മൾ 3 ഡോക്യുമെന്റും ഇപ്പൊ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. യെസ്, ഡീഡ് പരിശോധിച്ചു, ലാൻഡ് ടാക്സ്, ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് കൊടുക്കാം. ഏതൊക്കെ ഡോക്യുമെന്റ് അവിടെ ഉണ്ടോ അത് നമ്മൾ പരിശോധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് അക്കോർഡിയനിലോട്ടാണ് പോയിരിക്കുന്നത്. വെരിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് റൂൾ എന്നാണ് അവിടെ ഉള്ളതെങ്കിലും ബിൽഡിംഗ് റൂൾ ഒന്നും നമ്മൾ അവിടെ ഓപ്പറേറ്ററുടെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അവിടെ അതോട് കൊടുത്തിരിക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ പ്ലോട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഒരു പ്ലോട്ടിൽ എത്ര ബിൽഡിങ്ങുകൾക്കുള്ളതാണ് അവർ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ ഉണ്ട്. അവ എന്ത് പർപ്പസിനാണ് അവർ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം മാത്രമാണ് നമ്മൾ അവിടെ നോക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു അക്കോർഡിയൻ വെരിഫിക്കേഷൻ ബിൽഡിംഗ് റൂൾ ആണെങ്കിലും ബിൽഡിംഗ് റൂൾ നമ്മൾ ഓപ്പറേറ്റർ സൈഡിൽ നിന്നുകൊണ്ട് പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ പ്ലോട്ട് ഡീറ്റെയിൽസ് ഉണ്ട്.
കൺസ്ട്രക്ഷൻ പ്ലോട്ട് ഡീറ്റെയിൽസ് എടുത്താലും അതിനകത്ത് നമ്മൾ ഏത് ബിൽഡിങ്ങിന്റെ എത്ര ഏരിയ ഉള്ള ബിൽഡിങ്ങിന്റെ ആണ് അവർ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയുന്നതിനായിട്ട് കഴിയും. അതിന് തൊട്ട് താഴെ തന്നെ FSM കവറേജ്, അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസും പെർമിറ്റ് ഫീയും അവിടെ എത്ര, ഇത് ഓട്ടോ ജനറേറ്റഡ് ആണ്. കേസ്മാർട്ടിൽ ആപ്ലിക്കേഷൻ ഫീസും പെർമിറ്റ് ഫീസും എല്ലാം ഓട്ടോ ജനറേറ്റഡ് തന്നെയാണ്. അത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, FSI ഫീ എന്ന് പറയുന്നത് അഡീഷണൽ FSI ആണ്, ഫീ ആണ്. ഇത് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന കൺസെഷൻ അതില്ലാത്തതുകൊണ്ട് അവിടെ 0 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പെർമിറ്റ്, ഒരു ആപ്ലിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കി. അതിനുശേഷം നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കി. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷനിൽ എത്ര കൺസ്ട്രക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് എത്ര ഏരിയയിലാണ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ വന്നു. നെക്സ്റ്റ് നമ്മൾ പ്രൊസീഡ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഓപ്പറേറ്ററുടെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് അക്കോർഡിയനിൽ ഇവർ അപ്പൻഡിക്സ് A1 സാറോട് പറഞ്ഞിരുന്നു. ഈ അപ്പൻഡിക്സ് A1 എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റാസ് ഫെച്ച് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നമ്മുടെ ലൈസൻസി ഇതിനകത്ത് നിന്ന് എൻ്റർ ചെയ്തത് നമുക്കൊരു ആപ്ലിക്കേഷനായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആപ്ലിക്കേഷൻ അപ്പൻഡിക്സ് A1 എന്ന് പറയുന്നത് നമ്മുടെ KMPR നമ്മുടെ റൂട്ട് പ്രകാരമുള്ളതാണ്. അപ്പോൾ ആ ഒരു അപ്പൻഡിക്സ് ഇത് ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് വലുതായിട്ടൊന്ന് കാണിക്കണം. അപ്പൻഡിക്സ് A1 നമുക്ക് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം, ആപ്ലിക്കൻ നെയിം ഉണ്ട്. അതുപോലെ അപ്പൻഡിക്സ് A1 ഫോർമാറ്റ് നമ്മൾ സാധാരണ മാനുവലായിട്ടും അല്ലെങ്കിൽ സംഗീതത്തിലൊക്കെ വരുന്ന ആ ഒരു ഫോർമാറ്റ് തന്നെ നമ്മളിവിടെ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പൊ അതും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാം, അത് തന്നെയാണോ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഫോർമാറ്റ് അവിടെ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഏത് ഒക്യുപ്പൻസിയാണ്, എത്ര ഏരിയ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അപ്പൻഡിക്സ് A1 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പെർമിറ്റ് ഫീസിന്റെ കൂടെ കാര്യം കൂടെ അതിനകത്ത് ഉണ്ടാവും. യെസ്, അപ്പൊ അതിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിനകത്ത് വിഷ്ണുരാജ് എന്ന് പറയുന്ന ആളായിരുന്നു നമ്മുടെ ലൈസൻസി അല്ലേ. ലൈസൻസിയുടെ ഒരു അണ്ടർടേക്കിംഗ് ഉണ്ട്. അതിനകത്ത് വിഷ്ണുരാജ് എന്ന് പറഞ്ഞ ലൈസൻസിയുടെ അണ്ടർടേക്കിംഗ് ഉണ്ട്. ഓണറുടെ സിഗ്നേച്ചർ, ആപ്ലിക്കന്റ് ഡിക്ലറേഷൻ ഉണ്ട്. ഈ ഡിക്ലറേഷൻ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്, അവർ ആദ്യം ലൈസൻസി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു വെരിഫിക്കേഷൻ ശേഷമാണ് സിറ്റിസൺ പൗരന് ഇത് അയച്ചു കൊടുക്കുന്നത്. സിറ്റിസൺ ഈ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചതിന് ശേഷം ഡ്രോയിങ്ങും എല്ലാ ഡോക്യുമെന്റ്സും കണ്ടതിന് ശേഷം അവർ ഇതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ ഉൾപ്പെടെയാണ് നമ്മുടെ LBയിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു. ആ ഒരു വന്നിട്ടുള്ള അപ്പൻഡിക്സിന്റെ അല്ലെങ്കിൽ അപ്പൻഡിക്സ് A1 ഫോർമാറ്റ് ആണ് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ അത്രയും നോക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓൾറെഡി നമ്മൾ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തു അല്ലേ. ആ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തതിന്റെ സമ്മറി ഇവിടെ കാണിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ വെരിഫൈഡ് ഫൗണ്ട് ഓക്കെ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ അത് തന്നെ വരും. അല്ല നോട്ട് ഓക്കെ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ സൈഡിൽ നമുക്ക് നോട്ട് ഓക്കെ എന്ന് കാണിക്കും. അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോട്ട്സ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് ആണ്. നോട്ട്സിനകത്ത് നമുക്ക് നമ്മൾ ആ പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ഒരു ഓപ്പറേറ്റർ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു നോട്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കും. അത് കൃത്യമായിട്ട് തന്നെ എഴുതണം. ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് വെരിഫൈ, അത് എന്താണെങ്കിലും അത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഫയൽ സ്റ്റാറ്റസിനകത്ത് റെക്കമെൻഡഡ് ഫോർ എൻക്വയറി ഉണ്ട്, റിട്ടേൺ ടു അപ്ലിക്കന്റ് ഉണ്ട്, റൂട്ട് ചേഞ്ച് ഉണ്ട് അല്ലേ. ഈ റെക്കമെൻഡഡ് ഫോർ എൻക്വയറി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏത് എൻക്വയറി ഓഫീസറെയാണോ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിന്റെ കേസിലാകുമ്പോൾ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വാർഡ് ഒരു ഓഫീസർക്കും കുറച്ച് വാർഡ് വേറെ അടുത്ത ഓഫീസർക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ എൻക്വയറിക്ക് വേണ്ടി ആരെയാണോ അവിടെ മാപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ പേര് അവിടെ വരും. അങ്ങനെ നമുക്ക് കൊടുക്കുന്നതാണ് റെക്കമെൻഡഡ് ഫോർ എൻക്വയറി എന്ന് പറയുന്നത്. അതല്ല നമ്മളിപ്പോൾ അവർ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്തതിൽ എലിജിബിൾ അല്ലാത്തതോ അല്ലെങ്കിൽ മാറി അറ്റാച്ച് ചെയ്തതോ അങ്ങനത്തെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ട്, അവർക്ക് നമ്മളെ ആപ്ലിക്കന്റിന് റിട്ടേൺ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ടു ആപ്ലിക്കന്റ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല റൂട്ട് ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് അവിടെ കാണാം. ഈ റൂട്ട് ചേഞ്ച് എന്ന് പറയുന്നതും സാർ ഇവിടെ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു, നമ്മുടെ ഫയൽ ഫ്ലോയിൽ ഇല്ലാത്തവർക്ക് അയക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആ റൂട്ട് ചേഞ്ച് വെച്ചിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ഈ ഫയലുമായി ബന്ധപ്പെട്ട് വേറൊരു സെക്ഷനിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ക്ലർക്കിലോട്ട് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് ചേഞ്ച് വഴിയാണ് നമ്മൾ അത് അയക്കേണ്ടത്. അതിനൊരു ഓപ്ഷനാണ് വെച്ചിരിക്കുന്നത്. ഇനി വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ റൂട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്പറേറ്റർ സൈഡിൽ വേറൊരു ഫയൽ റൂട്ട് ചേഞ്ച് വഴി വന്നിട്ടുള്ള ഒരു ഫയലാണെങ്കിൽ തിരിച്ച് റിട്ടേൺ അടിച്ച് വേണം നിങ്ങളത് മടക്കേണ്ടത്. തിരിച്ച് നിങ്ങളും റൂട്ട് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കരുത്. അപ്പൊ അത് നമുക്ക് അതിനകത്ത് ചിലപ്പോൾ അത് ആപ്ലിക്കേഷനിൽ ശരിയായി വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ റെക്കമെൻഡഡ് ഫോർ എൻക്വയറി കൊടുക്കാം. അപ്പൊ നമ്മൾ അവിടെ ഓൾറെഡി മാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഓഫീസറാണ്. ആ യൂസറിന്റെ പേര് അവിടെ ആരെയാണോ മാപ്പ് ചെയ്തിരിക്കുന്നത് അത് അവിടെ വരും. ഓക്കെ, അപ്പൊ നമ്മൾ സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ എൻക്വയറി ഓഫീസർ ആരാണ്, അതിന്റെ തൊട്ട് താഴെ എൻക്വയറി ഓഫീസറിന്റെ സീറ്റും ഡേറ്റും ടൈം ഉൾപ്പെടെയാണ് നമ്മളിവിടെ ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. ഈ ടൈം മുതൽ ആരുടെ ലോഗിനിലായിരിക്കും, നെക്സ്റ്റ് എൻക്വയറി ഓഫീസറുടെ ലോഗിനിലോട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ജസ്റ്റ് എന്തായാലും ഇതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. എൻക്വയറി ഓഫീസറുടെയും അതേപോലെ തന്നെ വെരിഫൈഡ് ലോഗിൻ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ അവിടെ നിന്നും
എൻക്വയറി ഓഫീസർക്ക് സബ്മിറ്റ് ചെയ്ത ഫയലാണ്. ഇൻബോക്സ് വന്നു. ഇതിൽ മേലെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തേർഡ് ഗ്രേഡ് ഓഫീസറാണ്, അവരുടെ ഒരു ഇൻബോക്സിലോട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ഫീൽഡ് വെരിഫയർ ആണ്. എൻക്വയറി ഓഫീസറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫീൽഡ് വെരിഫയറുടെ ലോഗിനിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മൾ കാണാം കേസ് സ്മാർട്ടിൽ, ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് ആരുടെ ലോഗിനിലാണ് എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ന്യൂ ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ എന്നാണ് കാണുന്നത്. അത് സർവീസിന്റെ പേരാണ് കേട്ടോ. നമ്മളിപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ എടുത്തുകൊണ്ടാണ് ആ സർവീസ് അവിടെ വന്നിരിക്കുന്നത്. അതല്ലാതെ റിവേഴ്സ്ഡ് പെർമിറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓക്യുപ്പൻസി കംപ്ലീഷൻ ആണെങ്കിൽ ആ ഒരു സർവീസ് നെയിം ആണ് നമുക്ക് അവിടെ ആ ടാബിൽ അത് വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഫീൽഡ് വെരിഫയർ എന്നുള്ള ഒരു ലോഗിൻ കൂടെ വരുന്നുണ്ട്. തൊട്ട് താഴെ നമുക്ക് ഫസ്റ്റ് അക്കോർഡിനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് തന്നെയാണ് ഓപ്പറേറ്ററുടെ കണ്ട അതേ സംഭവം, അതേ കാര്യങ്ങൾ തന്നെയാണ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് വരുന്നത്. പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് ലൈസൻസി ഡീറ്റെയിൽസ് ആണ്. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നേരത്തെ പറഞ്ഞ LDMSൽ ലൈസൻസുകൾ ചെയ്തിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. യെസ്, നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. പ്രോജക്റ്റ് നെയിം ഉണ്ട്, അതേപോലെ പെർമിറ്റ് ഇഷ്യൂയിങ്ങിന്റെ ഏത് ലോക്കൽ ബോഡിയിലാണോ പെർമിറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഒരു മിനിറ്റ് ഒരു കാര്യം ഞാൻ അതിൽ വിട്ടുപോയിരുന്നു. ഈ പ്രോജക്ട് ഡീറ്റെയിൽസിനകത്ത് പ്രോജക്റ്റ് നെയിമും അതേപോലെ തന്നെ കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ ഉള്ളത് നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മൾ കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ ഓട്ടോമേറ്റഡ് മോഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ രണ്ട് തരത്തിലാണ് കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ കേസ് സ്മാർട്ടിൽ എടുക്കുന്നത്. ഒന്ന് ഓട്ടോമേറ്റഡ് മോഡും അതേപോലെ തന്നെ രണ്ടാമത് ഇന്ററാക്റ്റീവ് മോഡാണ്. ഈ ഓട്ടോമേറ്റഡ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2024 ജനുവരി മുതൽ നമ്മുടെ കേസ് സ്മാർട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റീസിലും നഗരസഭകളിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അവിടെ ഇപ്പൊ എല്ലാ നഗരസഭകളിലും മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് ഒഴികെ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ ഓട്ടോമേറ്റഡ് മോഡ് തന്നെ ആക്കി മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അവർക്ക് ഓട്ടോമേറ്റഡ് മോഡിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. ഓട്ടോമേറ്റഡ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ EDCR മുഖേന മാത്രമേ അവർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ പഞ്ചായത്തിൽ അവർ ലൈസൻസുകൾ ഇതിലോട്ട് വരുന്നതിന്, അത് പഠിച്ചു വരുന്നതിനുള്ള ഒരു സൗകര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ററാക്റ്റീവ് മോഡ് 300 M സ്ക്വയർ താഴെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾ ഒഴികെ ബാക്കി എല്ലാ കാറ്റഗറിക്കും ഇപ്പോൾ ഏത് കൂടുതലൂടെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഇന്ററാക്റ്റീവ് മോഡിലൂടെ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തിരിക്കുന്നത് ഓട്ടോമേറ്റഡ് മോഡാണ്. ആ ഏത് ആപ്ലിക്കേഷന്റെ ടൈപ്പ് മീൻസ് ഏത് കാറ്റഗറിയിലൂടെയാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആ പ്രോജക്ട് ഡീറ്റെയിൽസിനകത്ത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനാണ് ഏത് ലോക്കൽ ബോഡിയാണ് എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. നേരത്തെ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുമ്പോൾ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നേരത്തെ കണ്ട സ്ക്രീൻ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പ്രൊസീഡ് കൊടുക്കുക. തൊട്ട് താഴെ സമ്മറി ഓഫ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബൈ ഓപ്പറേറ്റർ എന്ന ഒരു സ്ക്രീനാണ് ആർക്ക് കാണുന്നത്, നമ്മുടെ എൻക്വയറി ഓഫീസർക്ക് കാണുന്ന ഒരു സ്ക്രീനാണിത്. അപ്പൊ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡോക്യുമെന്റ്സ് 3 ഡോക്യുമെന്റ്സ് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 ഡോക്യുമെന്റ്സും ഇവിടെ ഓൾറെഡി അവർ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റർ വെരിഫൈ ചെയ്ത് പ്രൊസീഡ് കൊടുത്ത് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തതിന്റെ സമ്മറിയാണ് നമുക്കിവിടെ എൻക്വയറി ഓഫീസർക്ക് കാണുന്നത്. സാർ 3 ലോഗിൻ കാണുകയെന്നല്ലേ? അപ്പൊ ഇവിടെ തൊട്ട് താഴെ നമ്മൾ ആ സമ്മറി നമ്മൾ കണ്ടു, ഓപ്പറേറ്റർ വെരിഫൈ ചെയ്തതിന്റെ സമ്മറി നമ്മൾ കണ്ടു. തൊട്ട് താഴെ ഒരു ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, വ്യൂ ഡോക്യുമെന്റ്സ്. അപ്പോൾ എൻക്വയറി ഓഫീസറുടെ ലോഗിനിൽ നമുക്ക് ഈ വ്യൂ ഡോക്യുമെന്റ്സ് എടുക്കാം. വ്യൂ ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഓപ്പറേറ്റർ സൈഡിൽ നമ്മൾ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, എൻക്വയറി ഓഫീസർക്കും ഈ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡോക്യുമെന്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാം. പക്ഷേ ഞാൻ ഒരു ഫീൽഡ് സ്റ്റാഫ് ആയിട്ടുള്ള AE എന്ന നിലയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് 10-12 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ എൻക്വയറി ഓഫീസേഴ്സ് അത് ഡോക്യുമെന്റ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. ക്ലർക്ക്മാർ അവർ വെരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്ത് കേൾക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ലേ? അനൂപ് കേൾക്കാവോ? കേൾക്കാം. അനൂപ് കേൾക്കാവോ? കേൾക്കാം. മേഡം കേൾക്കാം. അനൂപ് കേൾക്കാവോ അല്ലേ? കേൾക്കാലോ. അല്ല, അത് കേൾക്കുന്നില്ല എന്ന് നേരത്തെ വന്നാണ്. ഓക്കെ. ഓക്കെ, ഇത് ഇതിന് തൊട്ട് മേലോട്ട് വയ്ക്കൂ. ഇത് ഡോക്യുമെന്റ് സ്ക്രീൻ അല്ലേ? യെസ്, മതി. വെരിഫിക്കേഷൻ ഓഫ് ഡ്രോയിങ് ആണ്. അപ്പൊ നമ്മുടെ എൻക്വയറി ഓഫീസറുടെ ലോഗിനിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബൈ ഓപ്പറേറ്റർ വെരിഫൈ ചെയ്ത ഡോക്യുമെന്റ് അതിന്റെ സമ്മറി നമ്മൾ കണ്ടു. നെക്സ്റ്റ് അക്കോർഡിയൻ എന്ന് പറയുമ്പോൾ
നെക്സ്റ്റ് അക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ വെരിഫിക്കേഷൻ ഓഫ് ഡ്രോയിങ് ആണ്. ആ വെരിഫിക്കേഷൻ ഓഫ് ഡ്രോയിങ്ങിനകത്ത് എടുക്കുമ്പോഴും നമുക്ക് പ്ലോട്ട് 1 ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ ഡീഡിന്റെ നമ്പർ, അതേപോലെ ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ്, എത്ര എക്സ്റ്റെൻഡ് ആണ്, ഏരിയ എത്രയാണ്, നമ്പർ ഓഫ് ഓണേഴ്സ് എത്രയാണ് എന്ന ഒരു ജനറൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ അവർ ഡ്രോയിങ്സിന്റെ കൂടെ ഡ്രോയിങ്സ് ആയിട്ട് ഏതൊക്കെ ഡ്രോയിങ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ഈ സ്ക്രൂട്ടിനി റിപ്പോർട്ട് നിങ്ങൾ ഫസ്റ്റ് വൺ ആയിട്ട് നിങ്ങൾ സ്ക്രൂട്ടിനി റിപ്പോർട്ട് എന്ന് കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു നമ്മൾ EDCR മുഖേന സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങുകൾക്കാണ് നമ്മൾ ആ EDCR സ്ക്രൂട്ടിനി റിപ്പോർട്ട് വരുന്നത്. ഓട്ടോമാറ്റഡ് മോഡിലൂടെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്ക്രൂട്ടിനി റിപ്പോർട്ട് നിങ്ങൾ കാണുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ജനറൽ ഡീറ്റെയിൽസും സ്റ്റാറ്റസ് കാണാം സ്ക്രൂട്ടിനി റിപ്പോർട്ടിനകത്ത്. അതുപോലെ തന്നെ ജനറൽ ഡീറ്റെയിൽസ്, ലോക്കൽ ബോഡി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴോട്ട് നമ്മൾ വരുമ്പോൾ കവേർഡ് ഏരിയ യൂണിറ്റ്സ് എല്ലാത്തിനും ശേഷം റൂൾ വെരിഫിക്കേഷന്റെ പാർട്ട് നോക്കാം. റൂൾ വെരിഫിക്കേഷന്റെ പാർട്ടിനകത്ത് റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് മോസ്റ്റ് സ്റ്റാറ്റസിനകത്ത് ആക്സെപ്റ്റഡ് എന്നും അതുപോലെ തന്നെ വെരിഫൈ എന്നും രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഒന്ന് നമ്മൾ ചില കാര്യങ്ങൾ EDCR മുഖേന എടുക്കുന്നതാണെങ്കിലും, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പാർക്കിംഗ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളുടെ ഒരു മാനുവറിംഗ് സ്പേസ് ചിലപ്പോൾ മാനുവറിംഗ് സ്പേസ് സിസ്റ്റത്തിന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വെരിഫൈ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റാറ്റസിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ EDCR മുഖേന വരുന്നതാണ്, അത് സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് തീരെ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു കമന്റ് പല ഗ്രൂപ്പുകളിലും വരുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. അങ്ങനെ വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സിസ്റ്റത്തിലൂടെ എടുക്കാൻ പറ്റുന്നതല്ല. അതാണ് നമ്മൾ വെരിഫൈ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ സൈറ്റിന്റെ പരിശോധനയ്ക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യണം. അത് എന്തുകൊണ്ടാണ് വെരിഫൈ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ആക്സസ് വിഡ്ത്ത് അല്ലെങ്കിൽ ഒരു റോഡിന്റെ വീതി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സിസ്റ്റത്തിന് ലൈസൻസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ സിസ്റ്റത്തിന് എടുക്കാനായിട്ട് കഴിയില്ല. പക്ഷെ അത് നമ്മൾ അവിടെ സൈറ്റിൽ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് 6 മീറ്റർ 2 മീറ്റർ റോഡാണോ അല്ലെങ്കിൽ 6 മീറ്റർ റോഡിന്റെ സൈഡാണോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ സൈറ്റ് വെരിഫിക്കേഷന്റെ സമയത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ EDCR സ്ക്രൂട്ടിനി റിപ്പോർട്ടിനകത്ത് വെരിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ അത് വെരിഫൈ ചെയ്യുക തന്നെ വേണം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് അതിനകത്ത് ഡ്രോയിങ്സ് ആണ്. സ്ക്രൂട്ടിനി റിപ്പോർട്ട് നമ്മൾ ആദ്യം ഒന്നാമതായിട്ട് കണ്ടു. ഓക്കെ കൊടുക്കുക. ഡ്രോയിങ് വെരിഫിക്കേഷൻ എല്ലാം വെരിഫൈഡ്. ഓക്കെ, സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രോയിങ്സിന്റെ ഭാഗമായിട്ട് പിന്നെ എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് സൈറ്റ് പ്ലാൻ ഉണ്ടാവാം, അതേപോലെ തന്നെ സർവീസ് പ്ലാന്, ബിൽഡിംഗ് പ്ലാന്, യൂട്ടിലിറ്റി പ്ലാന്. ഈ പ്ലാനുകളെല്ലാം ഒരു ബിൽഡിംഗ് സംബന്ധിച്ച് നമ്മുടെ മിനിമം ആയിട്ട് വരുന്ന പ്ലാൻസ് ആണ്. അതെല്ലാം ഇനി നമ്മുടെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പാർക്കിംഗ് പ്ലാൻ ഉണ്ടാവാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്ലാനുകളുണ്ട്. അപ്പോൾ അവിടെ അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്ലാനുകളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇവിടെ പരിശോധിക്കുന്നതിനായിട്ട് കഴിയും. DXF തൊട്ട് താഴോട്ട് വരും. യെസ്, ഓക്കെ. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വേറെ ഒരു ടാബിലോട്ട് ഓപ്പണിന്റെ ന്യൂ ടാബ് കൊടുത്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. അതല്ലെങ്കിൽ തൊട്ട് താഴെ ഡൗൺലോഡ് DXF ഫയൽ എന്നൊരു ടാബ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് DXF ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഡൗൺലോഡ് ചെയ്താലും നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ക്ലോസ് ചെയ്തോ, അപ്പൊ കുഴപ്പമില്ല. ഞാനത് പറഞ്ഞത് മാത്രം. DXF ഫയൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ ഡ്രോയിങ്ങിൽ പ്രത്യേകിച്ച് നമ്മൾ ആദ്യം സൈറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ പരിശോധിക്കുന്ന മിനിമം കാര്യങ്ങളുണ്ട്. നമ്മൾ അവർ ആ ക്വസ്റ്റ്യൻ സർട്ടിഫിക്കറ്റിലും അല്ലെങ്കിൽ ഡീഡിലും എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ അവർ ഇതിൽ ഡ്രോയിങ്ങിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, പ്രൊസീഡ് കൊടുക്കാം. സേവ് നെക്സ്റ്റ്. അപ്പൊ എല്ലാ ഡ്രോയിങ്സും അവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഡ്രോയിങ്സും നമ്മൾ പരിശോധിച്ച് സേവ് നെക്സ്റ്റ് അടിച്ചു. എല്ലാം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് കൊടുക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെരിഫിക്കേഷനോ ബിൽഡിംഗ് റൂളാണ്. അതിനകത്ത് നമുക്ക് ബ്ലോക്കിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ പ്ലോട്ട് ഡീറ്റെയിൽസും നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഓപ്പറേറ്റർ സൈഡിൽ നമ്മൾ കണ്ട സ്ക്രീൻ തന്നെയാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആപ്ലിക്കേഷൻ ഫീ അതേപോലെ പെർമിറ്റ് ഫീസ് തൊട്ട് മേലോട്ട് പ്രൊസീഡ് കൊടുക്കണ്ട, തൊട്ട് മേലോട്ട്. യെസ്, അതിൽ യൂസേജ് ഓഫ് നമ്മൾ എൻക്വയറി ഓഫീസറുടെ സൈഡിൽ നിന്നാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അവർ എൻ്റർ ചെയ്തിട്ടുള്ള നമ്മൾ പരിശോധിക്കണം. യൂസേജ് ഓഫ് സറൗണ്ടിങ് പ്ലോട്ട്സ്, അതേപോലെ ടൈപ്പ് ഓഫ് അബട്ടിംഗ് റോഡ്, വെസ്റ്റ് ഡ്രൈലാൻഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ റൂളിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പൊ അത് പ്രത്യേകമായിട്ട് തന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ച് പരിശോധിക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. നമ്മൾ പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡ്രോയിങ്സും അതേപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമ്മറി നമുക്ക് കാണാം. നമ്മളിവിടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഡ്രോയിങ്സും വെരിഫൈ ചെയ്തിരുന്നു.
ഞാനിവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇട്ടോളാൻ പറഞ്ഞെന്ന് അവസാനം പറയുന്നത്. പക്ഷെ ഇപ്പൊ വന്നൊരു ക്വസ്റ്റ്യന് ഞാൻ ഇപ്പൊ തന്നെ മറുപടി പറയാം. സൈറ്റ് വെരിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്ന കാര്യമാണ് ചോദിച്ചത്. ബിൽഡിംഗ് പെർമിറ്റിന്റെ ഒരു ഇത് കൊടുക്കുമ്പോൾ സൈറ്റ് വെരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ്. സൈറ്റ് വെരിഫിക്കേഷൻ വേണ്ടേ? സൈറ്റ് വെരിഫിക്കേഷൻ ആവശ്യമുള്ള നിർമ്മാണങ്ങളിൽ സൈറ്റ് വെരിഫിക്കേഷൻ വേണം. എന്നാൽ നമുക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റിന് സൈറ്റ് വെരിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അത് നമുക്ക് ലൈസൻസിയുടെ തന്നെ ഇതിൽ വരുന്നതാണ്. ലൈസൻസിയും സിറ്റിസണും തന്നെ അറിഞ്ഞ് വരുന്ന ഒരു സംഭവമാണ്. അതിൽ സൈറ്റ് വെരിഫിക്കേഷൻ ആവശ്യമില്ല. പക്ഷേ ബാക്കി നമ്മുടെ LBയിലോട്ട് വരുന്ന ആപ്ലിക്കേഷൻസിൽ നമ്മൾ സൈറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മൾ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തിരുന്നു. അതിന്റെ സമ്മറി നമ്മൾ കണ്ടു. തൊട്ട് താഴെ തന്നെ നമ്മൾ എന്താണ് ഡ്രോയിങ്സ് നമ്മൾ വെരിഫൈ ചെയ്തു. ആ ഡ്രോയിങ്സ് വെരിഫൈ ചെയ്തതിന്റെ വെരിഫൈഡ് ഫൗണ്ട് ഓക്കെ നമ്മൾ അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് അതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ ഒരു അക്കോർഡ് എന്ന് പറയുന്നതാണ് എൻക്വയറി ഓഫീസറിൽ വരുന്ന ഒന്നാണ് ഷെഡ്യൂൾ ഫോർ സൈറ്റ് വിസിറ്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സൈറ്റ് വിസിറ്റ് നമുക്ക് എന്നാണോ നമ്മൾ ഏത് ഡേറ്റിലാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് നമ്മൾ സൈറ്റിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈമും ഏകദേശം നമ്മളൊരു സൈറ്റ് പരിശോധിക്കുന്നതിന് എത്ര സമയം വേണ്ടി വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു എൻഡിങ് ടൈം നമുക്ക് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിവിടെ സൈറ്റ് വിസിറ്റ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ലൈസൻസിക്കും അതേപോലെ തന്നെ സിറ്റിസണും ആപ്ലിക്കന്റിനും മെസ്സേജ് കിട്ടും അവർക്ക്. അപ്പൊ അവർക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മൾ സൈറ്റ് വിസിറ്റിന് പോകുന്നുണ്ട് എന്ന കാര്യം അവർക്ക് അറിയുന്നതിനായിട്ട് സാധിക്കും. എൻഡിങ് ടൈമും കൊടുത്തുകൊണ്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഈ ഒരു നമ്മൾ കൊടുത്ത ഒരു ഷെഡ്യൂൾഡ് ഡേറ്റ് നമുക്കൊന്ന് മാറ്റണം എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ക്യാൻസൽ ഷെഡ്യൂൾ എന്നുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണുന്നതിന് സാധിക്കും. ആ ക്യാൻസൽ ഷെഡ്യൂൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് വീണ്ടും ആ ഷെഡ്യൂൾ നമ്മൾ കൊടുത്ത ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് റീഷെഡ്യൂൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സൈറ്റ് വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുത്തു. നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ സൈറ്റിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻക്വയറി ഓഫീസറുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സൈറ്റ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്ക് ബോക്സ് നിങ്ങൾക്ക് കാണാം. അത് ടിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് തൊട്ട് താഴെ വെദർ ദ സൈറ്റ് പ്ലാൻ ഡ്രോയിങ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് കൺഫേം ടു ദ സൈറ്റ് ആൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് KMBR 2019. അവിടെ നമ്മൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, യെസ് ഓർ നോ. ഈ യെസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തൊട്ടടുത്തതിലോട്ട് കാണാനായിട്ട് സാധിക്കും. യെസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊസീഡ് കൊടുത്തുകൊണ്ട് ഒരു നമ്മുടെ സൈറ്റ് വെരിഫൈ ചെയ്യേണ്ട സമയത്ത് കൊടുത്തിരിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് തൊട്ട് താഴത്തെ ടാബിൽ. അത് ഒന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പ്രൊസീഡ് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. നോ കൊടുക്കണം. അതിനിപ്പോൾ നോ ഒന്ന് കൊടുക്കും. നോ കൊടുക്കണം. നമ്മളിവിടെ യെസ് കൊടുക്കുന്നില്ല, നോ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നോ കൊടുക്കുമ്പോൾ എന്താണ് അതിനർത്ഥം? അവിടെ എന്തോ ഒന്ന് രണ്ട് ഇഷ്യൂസ് നമ്മൾ സൈറ്റിൽ പോയ സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു യെസ് കൊടുക്കുകയാണെങ്കിൽ ഈ സൈറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡിനകത്ത് സൈറ്റ് വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നുപോലും ആൻസർ ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ അടുത്തയിലോട്ട് പോവാം. പക്ഷെ നോ കൊടുക്കുകയാണെങ്കിൽ മിനിമം നമ്മൾ ഒന്നെങ്കിലും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടാവണം. ഒന്നല്ല, നമുക്കൊരു 4 കുഴപ്പങ്ങൾ നമ്മളവിടെ സൈറ്റിൽ പോയപ്പോൾ കണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ 4 നമ്മൾ ഏതാണോ വരുന്നത് വെച്ചാൽ 1-2 ടിക്ക് ചെയ്തോ. നമ്മൾ ടിക്ക് ചെയ്യുന്നു. ആ ലെഫ്റ്റ് സൈഡിലുള്ള ചെക്ക് ബോക്സ് ഉണ്ടല്ലോ, അവിടെ ടിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആസ് പെർ സൈറ്റും അതേപോലെ പെർമിസിബിൾ ഓർ നോട്ട് നമ്മൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഇവിടെ എൻ്റർ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. 2-3 ക്വസ്റ്റ്യൻ കൂടെ എൻ്റർ ചെയ്തു. അങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒരു 38 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കെസ്മാർട്ടിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ലോഗിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതില് നമ്മൾ നോ ആണ് കൊടുക്കുന്നതെങ്കിൽ മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് കഴിയുകയുള്ളൂ. അതെല്ലാം നമ്മൾ ഇതെല്ലാം ഡ്രോയിങ്ങും കൃത്യമാണ് എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പോലും നമുക്ക് ആൻസർ ചെയ്യാതെ പോകുന്നതിനായിട്ട് സാധിക്കും. സൈറ്റ് വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് കാര്യമാണ് ഞാൻ മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞത്. പക്ഷേ തൊട്ട് അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ബ്ലോക്ക് ലെവൽ വെരിഫിക്കേഷൻ. ആ ബ്ലോക്ക് ലെവൽ വെരിഫിക്കേഷനിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ 4 നമ്മൾ യാർഡ് സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ യാർഡ് നമ്മൾ കൃത്യമായിട്ടും എൻ്റർ ചെയ്ത് തന്നെ പോകണം. അത് മാൻഡേറ്ററി തന്നെയാണ്. നമ്മൾ സൈഡ് യാർഡ്സിന്റെ അവൈലബിലിറ്റി സംബന്ധിച്ചുള്ളതാണ്. നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാവും. അത് പെർമിസിബിൾ ആണോ നോട്ടാണോ എങ്ങനെയാണെന്ന് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെയും നമ്മൾ സൈറ്റ് പ്ലാനും സർവീസ് പ്ലാനും ഈ ഒരു അക്കോർഡിയനിൽ നമ്മളെ സർവീസ് പ്ലാനും സൈറ്റ് പ്ലാനും നിങ്ങൾക്ക് തൊട്ട് താഴെ ഓപ്പൺ ചെയ്ത് നോക്കുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് ഒരു പ്ലോട്ടിനകത്ത് 2 ഡ്രോയിങ്സിന്റെ 2 കെട്ടിടങ്ങൾ 2 നിർമ്മാണം ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതില് ഒന്ന് ഡിഗിങ് ഓഫ് വെല്ലാണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നതാണ് നമ്മുടെ ബിൽഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്കവിടെ ബ്ലോക്ക് വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് മാൻഡേറ്ററി ആണ്. സൈറ്റ് വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് യെസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ നമുക്ക് പോവാം. പക്ഷേ യെസ് കൊടുത്തില്ല, നോ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ചെയ്തിട്ട് പോകണം. എൻക്വയറി ഓഫീസേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വായിച്ചെങ്കിലും നോക്കണം. നിങ്ങൾക്ക് നമ്മൾ അറിയാതെ സൈറ്റിൽ പോകുമ്പോൾ നമ്മൾ ഏകദേശം എല്ലാം നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഫീസർമാരാകുമ്പോൾ നമ്മളെല്ലാം നോക്കും. എങ്കിൽ പോലും ചിലപ്പോൾ ഏതെങ്കിലും തിരക്കൊണ്ട് നമ്മളൊന്ന് എന്തെങ്കിലും വിട്ടുപോകുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ ഒന്ന് വായിച്ചു പോകുകയാണെങ്കിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കുക തന്നെ വേണം എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, അത് ടിക്ക് ചെയ്തു പോയാലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ കണ്ടിട്ടാണ് പോകുന്നത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഇത് വേണമെങ്കിലും നോക്കാം, അല്ലെ നമ്മൾ അടുത്ത പ്രൊസീഡ് കൊടുത്ത് പോവാം. ഇവിടെ ഈ ബിൽഡിംഗ് പ്ലാൻ, സ്ക്രൂട്ടിനി പ്ലാൻ ഒക്കെ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. നമ്മൾ അവിടെ ആദ്യം കണ്ടതാണ്, തൊട്ട് താഴെ നമുക്ക് ഇവിടെയും കാണാം. നെക്സ്റ്റ് സൈറ്റ് വെരിഫിക്കേഷന്റെ സമയത്തുള്ള നമ്മൾ ഏതെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ നമ്മൾ അവിടെ ഒരു പ്രത്യേകമായിട്ട് സൈറ്റിൽ എന്തെങ്കിലും കണ്ടിട്ടുള്ള ഫോട്ടോയുടെ എന്തെങ്കിലും വീഡിയോ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അതേപോലെ തന്നെ ഓഡിയോ ആണെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് പോവാം. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. അത് മാൻഡേറ്ററി അല്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് താഴെ അടുത്തത് എന്ന് പറഞ്ഞാൽ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റ് വെരിഫിക്കേഷൻ സമ്മറിയാണ് നമ്മൾ കാണുന്നത്. അവിടെ വെരിഫിക്കേഷൻ ഡേറ്റ് നമ്മൾ വരും. അതേപോലെ തന്നെ സൈറ്റ് പ്ലാനിൽ നമ്മളവിടെ എന്താണ് കൊടുത്തത്, യെസ് ഓർ നോ കൊടുത്തത്, അവിടെ നോ ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ക്വസ്റ്റിന്റെ തൊട്ട് നേരെ നോ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ എൻ്റർ ചെയ്തോ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഇതിനകത്ത് വരും, കാണുന്നതിനായിട്ട് സാധിക്കും. ബ്ലോക്ക് ലെവൽ വെരിഫിക്കേഷൻ സമ്മറിയാണ്. നമ്മൾ അവിടെ എന്താണോ ബ്ലോക്ക് ലെവൽ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തത് അതൊരു സമ്മറി ആയിട്ട് നമ്മൾ ഒന്നുകൂടെ വ്യൂവിൽ നമുക്ക് തന്നെ ഒന്ന് കാണുന്നതിനായിട്ട് സാധിക്കും. പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സൈറ്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബിൽഡിംഗ് പെർമിറ്റും പെർമിറ്റ് ഡ്രോയിങ്സ് എല്ലാം, ബിൽഡിംഗ് പെർമിറ്റിന്റെ എല്ലാം ഒരു PDF ആണ്. നമ്മൾ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ബിൽഡിംഗ് പെർമിറ്റിന്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും. ബിൽഡിംഗ് പെർമിറ്റിന്റെ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ്, ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വാട്ടർമാർക്കായിട്ട് ഡ്രാഫ്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റഡ് മോഡിലൂടെ സബ്മിറ്റ് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ബിൽഡിംഗ് പെർമിറ്റിന്റെ കൂടെ തന്നെ എന്തുണ്ട്, ഒരു EDCR റിപ്പോർട്ടും കൂടെ, സ്ക്രൂട്ടിനി റിപ്പോർട്ടും കൂടെ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇവിടെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു പെർമിറ്റ്, നമ്മുടെ ലോക്കൽ ബോർഡിൽ നിന്നും പെർമിറ്റ് കൊടുക്കുന്നതിന്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, നെക്സ്റ്റ് പോകാം. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ നെക്സ്റ്റ് നോട്ട്സ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം കാണുന്നത് നമ്മൾ ഇത് എവിടെ നിന്നാണ് നമുക്ക് വന്നത്, ഓപ്പറേറ്ററുടെ സൈഡിൽ നിന്നാണ് വന്നത് അല്ലേ. ആ ഓപ്പറേറ്ററുടെ സൈഡിൽ ഓപ്പറേറ്റർ എന്താണോ നോട്ട്സ് ആൻഡ് അറ്റാച്ച്മെന്റ്സിൽ അവർ എഴുതിയിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ആദ്യം അവരുടെ നോട്ട് കാണുന്നു, അതിന്റെ തൊട്ട് താഴെയാണ് നമുക്ക് എൻട്രി ചെയ്യേണ്ട ഒരു നോട്ടിന്റെ പോർഷൻ വരുന്നത്. അത് ഇപ്പോൾ ചില മുനിസിപ്പാലിറ്റീസിലൊക്കെ ഇപ്പോൾ കേസ്മാർട്ട് ഞാൻ പറഞ്ഞിരുന്നു, കേസ്മാർട്ട് കുറച്ച് നാളായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട്, നമ്മളിപ്പോ ഈ ബ്ലോക്ക് ലെവൽ വെരിഫിക്കേഷൻ ഒക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അതിലിപ്പോ തൊട്ടടുത്ത ഒരു യൂസർ എന്ന് പറയുന്നത് വെരിഫയർ ആണ്. ആരെയാണ് വെരിഫയർ ആയിട്ട് ചെയ്തിരിക്കുന്നത്, വെരിഫയറും അപ്രൂവർ ആണ്. അവർക്കും ഇതേ സ്ക്രീൻസ് തന്നെ, ഞാനത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതേ സ്ക്രീൻസ് തന്നെ കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെ സൈഡ് യാർഡ് ഇത്രയാണ്, ഫ്രണ്ട് യാർഡ് ഇത്രയാണ് എന്ന് പറഞ്ഞ് എഴുതേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഉണ്ട്. സൈറ്റ് വെരിഫിക്കേഷന്റെയും അതേപോലെ തന്നെ ബ്ലോക്ക് ലെവൽ വെരിഫിക്കേഷനിലും നമ്മൾ പ്രത്യേകമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വീണ്ടും ഇതിനകത്ത് എടുത്ത് എഴുതണം എന്നില്ല. പലരും അത് നിർബന്ധിക്കാറുണ്ട്. അത് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു റിമാർക്സ്, ഇത് ഒന്നുകിൽ നമുക്ക് ഇത് അനുവദിക്കാവുന്നതാണ്, പെർമിറ്റ് അനുവദിക്കാം, അങ്ങനെ എന്തെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു ഓൺലൈൻ സംവിധാനത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പൊ മേലെ ഇവർ പറഞ്ഞിട്ടുള്ള എൻട്രി ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മളൊരു പ്രൊസീഡ് കൊടുത്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രത്യേകമായിട്ട് സൈഡ് യാർഡ്, ഫ്രണ്ട് യാർഡ് അങ്ങനെ ഇല്ലെങ്കിൽ അത് പാലിക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ട് നമുക്ക് പ്രൊസീഡ് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. ഓക്കെ, പ്രൊസീഡ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഫയൽ സ്റ്റാറ്റസ് ആണ്, ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യുമ്പോൾ ആർക്ക് ഓപ്പറേറ്റർക്ക് പോകും. അതല്ലാതെ റിട്ടേൺ ടു ആപ്ലിക്കന്റിന് വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയും അതേപോലെ റിട്ടേൺ ടു കസ്റ്റോഡിയൻ എന്ന് പറയുന്നതും നമ്മുടെ ഓപ്പറേറ്റർ തന്നെയാണ്. റൂട്ട് ചേഞ്ച്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. നമുക്ക് നമ്മളിവിടെ തൊട്ടടുത്ത ഒരു വെരിഫയർക്കാണ് നമുക്കിവിടെ ഒന്ന് സെൻഡ് ചെയ്യാം. ഫോർവേഡ് കൊടുക്കുന്നു. ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആരെയാണോ അവിടെ വെരിഫൈഡ് ആയിട്ട് നമ്മുടെ ലോക്കൽ ബോഡിയിൽ അസൈൻ ചെയ്തിരിക്കുന്നത്, മാപ്പ് ചെയ്തിരിക്കുന്നത്, അവരുടെ സീറ്റിലോട്ടാണ് അത് പോവുക. അതിനിപ്പോൾ ക്യാൻസൽ കൊടുത്തിട്ടേ ഒന്ന് റിട്ടേൺ കൊടുക്കുക. റിട്ടേൺ നോട്ട് കൊടുക്കുന്നതിന്റെ സബ്മിറ്റ് കൊടുത്തേ. ഓക്കെ എടുത്തു. റിട്ടേൺ പോയി. ഓക്കെ, താഴോട്ട് വരും, താഴോട്ട് വരും. നോട്ട്സ് ആൻഡ് അറ്റാച്ച്മെന്റ്സിനകത്ത് ഓൾ ഡോക്യുമെന്റ്സ് വെരിഫൈഡ് എന്നാണ് വന്നത്. തൊട്ട് താഴെ നമുക്ക് എന്താ എഴുതേണ്ടത്, റിട്ടേൺ നോട്ട്. നമ്മളത് കൃത്യമായിട്ട് എഴുതിയിട്ട് വേണം നമുക്കത് സെൻഡ് ചെയ്യുന്നതിനായിട്ട്.
നമുക്ക് റിട്ടേൺ നോട്ട് എഴുതിക്കൊണ്ട് അവർക്ക് തിരിച്ച് റിട്ടേൺ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എൻക്വയറി ഓഫീസർക്ക് തിരിച്ച് വീണ്ടും എൻക്വയറി ഓഫീസർക്കാണ് പോവുക. അതല്ലാതെ നമുക്ക് ആർക്ക് അയക്കാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് വെരിഫയർക്ക് അയക്കരുത്. അത് നമ്മുടെ നോർമൽ ഫ്ലോയിലുള്ളത് തന്നെ നമുക്ക് ഫയൽ സെൻഡ് ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. വെരിഫയറുടെ ലോഗിൻ എടുത്താൽ മതി. ഫീൽഡ് വെരിഫയർ ലോഗിനാണ് നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ലോഗിൻ ചെയ്യാം. യെസ്, ഓപ്പൺ ചെയ്തു. അപ്പൊ നമ്മൾ അടുത്തത് നമ്മൾ വെരിഫയറുടെ ലോഗിനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് വെരിഫയർ ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ന്യൂ ബിൽഡിംഗ് പെർമിറ്റ് ഞാൻ പറഞ്ഞു. ഈ ന്യൂ ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ എന്ന് പറയുന്നത് ഏത് സർവീസ് ആണോ അതിന്റെ പേരാണ് നമ്മളെ ഈ ഒരു ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലർക്ക് ലോഗിൻ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ക്ലർക്കുമാർ മാത്രമല്ല ഇതിലെ കാര്യം, നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ക്ലർക്കുമാർ എല്ലാവരും കയറി ഒരു ദിവസം ക്ലർക്കുമാർക്കും തൊട്ടടുത്ത ദിവസം ഫീൽഡ് വെരിഫിക്കേഷനും ഒന്നിച്ച് പറയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2 ദിവസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും നാളെയും ബില്ലിംഗ് പെർമിറ്റിന്റെ ആണുള്ളത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ക്ലർക്കുമാർ എല്ലാവരും കയറിയിട്ടില്ല. കാരണം എന്തായാലും ഓരോ ലോക്കൽ ബോഡിയിൽ ഒരു ക്ലർക്ക് വീതം ഉണ്ടാകും. ഇപ്പോഴും ഇതിനകത്ത് 838 പേര് മാത്രമേ ഉള്ളൂ. നാളെ ഫീൽഡ് സ്റ്റാഫിനുണ്ട്. എന്തായാലും ഇതേ ട്രെയിനിങ് തന്നെ നാളെയും ഉണ്ടാവും. കുറച്ച് പേര് അങ്ങനെ ഫീൽഡ് സ്റ്റാഫ് ഇതിനകത്ത് കണ്ടതുകൊണ്ടാണ് നമ്മളത് ഫീൽഡ് ഇതിന്റെ കൂടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ വെരിഫൈഡ് ലോഗിനകത്തും നമുക്ക് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. നാളെ എന്തായാലും ഉണ്ട്, ക്ലാസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ലൈസൻസ് ഡീറ്റെയിൽസ്, പ്രോജക്ട് ഡീറ്റെയിൽസ്, ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് വരെ സെയിം അക്കോർഡിയൻസ് തന്നെയാണ്. സാർ ഇതിനകത്ത് ഒരു ഇത് വന്നതായിരുന്നു, ക്ലർക്ക് മാത്രം പറഞ്ഞാൽ പോരെ എന്നുള്ളത്. അവരുടെ വേറെ രൂപം കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിനകത്ത് ഓപ്പറേറ്ററുടെ ഇതിനകത്ത് വെരിഫയറുടെ കേസിൽ വരുമ്പോൾ, വെരിഫയറുടെ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബൈ ഓപ്പറേറ്ററും അതേപോലെ തന്നെ സമ്മറി ഓഫ് വെരിഫിക്കേഷൻ ബൈ ഫീൽഡ് വെരിഫയറും രണ്ടും കാണുന്നതിനായിട്ട് സാധിക്കും. 5 മണി വരെയാണോ നമ്മുടെ ക്ലാസ്? സാറേ, 5 മണി വരെയാണ്. കുറെ സംശയങ്ങളായിട്ടുണ്ട്. ഒരു സംശയത്തിന് സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 4:30. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. അതില് നമുക്കിപ്പോ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും രണ്ടുപേരുടെയും, ഓപ്പറേറ്ററുടെയും അതേപോലെ തന്നെ ഫീൽഡ് വെരിഫയറുടെയും സമ്മറി നമുക്ക് കാണുന്നതിനായിട്ട് വെരിഫയർക്ക് സാധിക്കും. അതിനിപ്പോ പ്രൊസീഡ് കൊടുത്തോ. വെരിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് റൂള് നമ്മൾ എൻക്വയറി ഓഫീസർക്ക് കണ്ട അതേ സ്ക്രീൻ തന്നെയാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് കൺസ്ട്രക്ഷൻ സംബന്ധിച്ചിട്ടുള്ള പ്ലോട്ടിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ പെർമിറ്റ് ഫീയും ആപ്ലിക്കേഷൻ ഫീയും അങ്ങനെ എല്ലാം കാണുന്നതിനായിട്ട് സാധിക്കും. പ്രൊസീഡ് കൊടുക്കുക. ഇതിൽ എൻക്വയറി ഓഫീസർക്കും വെരിഫയർക്കും നമ്മുടെ സ്ക്രീൻസ് സെയിം സ്ക്രീൻസ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വെരിഫയറുടെ ലോഗിൽ എത്തുമ്പോൾ നമ്മൾ ഓപ്പറേറ്ററുടെ സമ്മറിയും അതേപോലെ തന്നെ ഫീൽഡ് വെരിഫയറുടെ സമ്മറിയും കാണുന്നതിനായിട്ട് സാധിക്കും. അതേപോലെ സൈറ്റ് വെരിഫിക്കേഷൻ എൻക്വയറി ഓഫീസർ എന്ന് പറഞ്ഞ് ആരെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, എൻക്വയറി ഓഫീസർക്ക് സൈറ്റ് വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്. പക്ഷെ വെരിഫയറുടെ കേസിൽ സൈറ്റ് വെരിഫിക്കേഷൻ മാൻഡേറ്ററി അല്ല. വെരിഫയർക്ക് വേണമെങ്കിൽ സൈറ്റ് വെരിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് വെരിഫൈ ചെയ്യാം. സൈറ്റ് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് സൈറ്റ് വെരിഫൈ ചെയ്യാം. പക്ഷേ അത് മാൻഡേറ്ററി അല്ല. എൻക്വയറി ഓഫീസർക്ക് മാത്രമാണ് സൈറ്റ് വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കി വെച്ചിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ്സ് നമ്മൾ കണ്ടു. അതിനകത്ത് നമ്മൾ അതിന്റെ ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. പ്രൊസീഡ് കൊടുക്കാം. അതേപോലെ നോട്ട്സ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് എടുക്കുമ്പോൾ നമ്മൾ അവിടെ നേരത്തെ അവര് ഓപ്പറേറ്ററും അതേപോലെ തന്നെ എൻക്വയറി ഓഫീസറും എല്ലാം നോട്ട്സ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സ് ആൻഡ് അറ്റാച്ച്മെന്റ്സ് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് എന്താണ് അവിടെ റിമാർക്സ് എഴുതാനുള്ളത്, വെരിഫയർക്ക് എന്തെങ്കിലും റിമാർക്സ് എഴുതാണ്ടെങ്കിൽ റിമാർക്സ് എഴുതാം. നെക്സ്റ്റ് പ്രൊസീഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ പെർമിറ്റ് ഫീസ് പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. വർക്ക് ഫ്ലോയിൽ ആക്ഷൻസിനകത്ത് ഫോർവേഡ് കൊടുക്കാം. ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ സ്റ്റാറ്റസിനകത്ത് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ്
ആർക്ക് പോവും? അപ്രൂവർക്കായിട്ട്. അപ്രൂവർ ആരെയാണോ അപ്രൂവർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് ആ ആപ്ലിക്കേഷൻ കിട്ടും. ഓക്കെ.